ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഗോകുല മൂവീസും ആശീർവാദ സിനിമാസും ചേർന്ന് നിർമ്മിച്ച എമ്പുരാൻ എന്ന സിനിമയുടെ കാത്തിരുന്ന 2 ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയോടെ പുറത്തു വന്ന 2 ദിവസങ്ങൾ കൊണ്ട് 100 കോടിയിലധികം ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത എമ്പുരാൻ സിനിമയുടെ ആ 100 കോടി കളക്ഷൻ പോസ്റ്റർ ശരിവയ്ക്കുന്ന ലെവൽ കളക്ഷനാണ് ഇപ്പോഴത്തെ നമ്മുടെ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ ദിവസം മാത്രം 67 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുത്ത എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഇന്നലെ 35 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുന്നുവെന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട്. അങ്ങനെ വെറും 2 ദിവസങ്ങൾ കൊണ്ട് 100 കോടി പിന്നിട്ട എമ്പുരാൻ 102 കോടി ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ അതിവേഗ 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഒഫീഷ്യൽ കളക്ഷന്റെ അടിസ്ഥാനത്തിലും വെറും 2 ദിവസങ്ങൾ കൊണ്ട് 100 കോടിയിലധികം പിന്നിട്ട എമ്പുരാൻ എന്ന സിനിമയുടെ ഇന്നലെ വന്ന 100 കോടി ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനി സിനിമയുടെ ഡീറ്റെയിൽ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ സിനിമയ്ക്ക് 2ാം ദിവസം പ്രതീക്ഷ ഒരു 10 കോടിക്കടുത്തേക്ക് കളക്ഷൻ എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 8 കോടി 45 ലക്ഷമാണ് 2ാം ദിവസം സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 22 കോടി 52 ലക്ഷം രൂപ എമ്പുരാൻ കേരളത്തിൽ മാത്രം 2 ദിവസങ്ങൾ കൊണ്ട് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. സിനിമയുടെ ആകെ കേരള ഷെയർ, അതായത് നിർമ്മാതാവിന് ലഭ്യമാകുന്ന തുക 10 കോടിയിലേക്ക് അടുക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച മികച്ച പ്രീസെയിൽ എല്ലാം തന്നെ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലെ വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്ന് ശനിയാഴ്ച ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിക്കാം. ഇനി വിദേശ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ ഫാർസ് ഫിലിംസ് 30 കോടി രൂപയ്ക്ക് വിദേശത്തേക്ക് തിയേറ്റർ വിതരണത്തിനായിട്ട് കൊണ്ടുവന്ന സിനിമ വെറും 2 ദിവസങ്ങൾ കൊണ്ട് $7 മില്യൺ മുകളിൽ, അതായത് 65 കോടി ഗ്രോസ് കളക്ഷന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരുപക്ഷെ 100 കോടിയിലേക്ക് സിനിമ എത്തപ്പെടുകയാണെങ്കിൽ അത് വേറെ ലെവലെന്ന് നിസ്സംശയം പറയാം. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എമ്പുരാന്റെ ആകെ വേൾഡ് വൈഡ് കളക്ഷനിൽ ഏകദേശം 70% കളക്ഷൻ വന്നിരിക്കുന്നത് വിദേശ രാജ്യത്ത് നിന്നാണ്. കാത്തിരിക്കൂ, ഇന്നത്തെയും നാളത്തെയും അടുത്ത വമ്പൻ കളക്ഷൻ കേൾക്കുവാനായിട്ട്, അറിയുവാനായിട്ട്.